എൻ വാസു ഒളിവിലാണോ അല്ല അസുഖമാണോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ താൻ നടത്തിയ മോഷണം പിടിക്കപ്പെട്ടു എന്നുറപ്പായതോടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ സാവകാശം തേടിയിരിക്കുകയാണ് ഇപ്പോൾ എൻ വാസു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ ദേവസ്വം കമ്മീഷണറൊക്കെ ആയ എൻ വാസു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ കൂടിയാണ്. SIT നൽകിയ നോട്ടീസിനിപ്പോൾ അസൗകര്യമുണ്ട് എന്നറിയിച്ചുകൊണ്ടാണ് വാസു മറുപടി നൽകിയത്. അതോടെ SIT കലിപ്പിലായി. സാവകാശം നൽകാനാവില്ല എന്നാണ് SIT വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് വാസുവിന് SIT നോട്ടീസ് നൽകിയത്. ഹാജരാവുന്നത് ഇങ്ങനെ നീണ്ടുപോയാൽ പിടിച്ചകത്തിട്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് SIT ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വാസുവിനെ നേരത്തെ തന്നെ ചോദ്യം ചെയ്തതിൽ നിന്ന് എല്ലാ തെളിവുകളും ലഭിച്ചതാണ്. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് വാസുവിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് SITക്ക് തെളിവ് ലഭിച്ചു കഴിഞ്ഞു. ദേവസ്വം ബോർഡിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബുവുമാണ് വാസുവിനെതിരെയുള്ള എല്ലാ മൊഴികളും നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമല്ല, അടിച്ചു മാറ്റിയത് മുഴുവൻ വാസുവിൻ്റെ ആവശ്യപ്രകാരം എന്നാണ് ഈ മൊഴിയിൽ വാസുവിനെതിരെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ തട്ടിപ്പും മോഷണവും എൻ വാസു അറിഞ്ഞിട്ട് എന്നാണ് സുധീഷ് കുമാർ SITക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത്. സുധീഷ് കുമാർ എന്ന് വെച്ചാൽ വാസുവിൻ്റെ മുൻ PA കൂടിയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുധീഷ് കുമാറിൻ്റെ വീട്ടിൽ SIT പരിശോധന നടത്തിയതും വാസുവിൻ്റെ കൈപ്പടയിൽ എഴുതിയ ഒരു കത്ത് SIT അവിടെ നിന്ന് കണ്ടെത്തിയതും. നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ SIT ഇതേപ്പറ്റി വാസുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് പറഞ്ഞത്. അത് നിഷേധിക്കുകയായിരുന്നു വാസു ചെയ്തത്. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന മുഴുവൻ തെളിവും വാസുവിന് എതിരായി ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും സന്നിധാനത്തും SIT സംഘം ഇന്നലെ പരിശോധന നടത്തുകയും ആ നടത്തിയ പരിശോധനയിൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. പരിശോധന പൂർത്തിയായി ഏതു നിമിഷവും വാസുവിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നുറപ്പാണ്. വിളിപ്പിക്കാനാണ് ആദ്യ തീരുമാനം. പക്ഷേ അറസ്റ്റ് ഉണ്ടാകുമെന്ന് വാസുവിന് തന്നെ മനസ്സിലായതോടെയാണ് ആരോഗ്യ പ്രശ്നവും പറഞ്ഞ് സാവകാശം തേടിയത്. എന്നാൽ ഈ തട്ടിപ്പൊക്കെ ഞങ്ങൾക്കറിയാമെന്ന മറുപടിയോടെ ചോദ്യം ചെയ്യലിന് വന്നില്ല എങ്കിൽ അറസ്റ്റ് ചെയ്യാനാണ് SITയുടെ തീരുമാനം. വാസുവിനൊപ്പം തന്നെ മുൻ ദേവസ്വം അധ്യക്ഷൻ A. പത്മകുമാറിനെ വിളിച്ചു വരുത്താനും SITയുടെ നീക്കം നടത്തുന്നതായാണ് വിവരം ലഭിക്കുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനെപ്പറ്റി ചോദ്യം ചെയ്യലിന് ശേഷമേ അറിയുകയുള്ളൂ. കാരണം കട്ടിളപ്പാളിയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ 2018 ദേവസ്വം ബോർഡിനെ 8ാം പ്രതിയായി ചേർത്തതാണ്. ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പത്മകുമാർ ആയിരുന്നു. നോട്ടീസ് നൽകി പത്മകുമാറിനെ വിളിച്ചു വരുത്താനാണ് SITയുടെ തീരുമാനം. വാസു ഏതായാലും അകത്താകുമെന്നുള്ളത് ഉറപ്പായ സാഹചര്യത്തിൽ പത്മകുമാറിൻ്റെ കാര്യവും കഷ്ടത്തിലാണ്. കാരണം അത് 2018 നീങ്ങുകയാണ്. SITയുടെ അന്വേഷണം നിലവിൽ വാതിലിലേക്ക് പോയിട്ടില്ല. കട്ടിളപ്പടിയും ദ്വാരപാലക ശില്പവും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതുവരെ അന്വേഷണം നടത്തിയത്. അതിൽ മുഴുവൻ വാസുവാണ് പ്രതി എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. വാതിൽ ഇതുവരെ അന്വേഷണ പരിധിയിൽ വന്നില്ല. വാതിൽപ്പടിയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉണ്ടായിരുന്നത്. വാതിലിൽ ഉണ്ടായിരുന്നത് 2.5 കിലോഗ്രാം സ്വർണവും ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പടിയിലും ഉണ്ടായിരുന്നത് 750 ഗ്രാം സ്വർണവുമായിരുന്നു. പുതിയ വാതിലിനായി പോറ്റിക്ക് ഉത്തരവ് കൊടുത്തത് 2018 സെപ്റ്റംബർ 6 ഈ ഉത്തരവ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ശബരിമല ശ്രീകോവിലിലെ പഴയ വാതിൽപ്പടിയിലെ സ്വർണവും മോഷ്ടിക്കപ്പെട്ടു എന്നുള്ള സൂചനയും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. അതോടെ പത്മകുമാറിൻ്റെ കാര്യവും തീരുമാനമാകുകയാണ്. ഏതായാലും മുഖ്യൻ്റെ വിശ്വസ്തൻ വാസു ജയിലറകൾ കണ്ടു തുടങ്ങി. പക്ഷേ അകത്തു പോകാൻ അദ്ദേഹത്തിന് പേടിയാണ്. അതുകൊണ്ട് സാവകാശം ചോദിച്ചിരിക്കുന്നു. പറ്റില്ല എന്ന് ഉറപ്പു കിട്ടിയാൽ ഒളിവിൽ പോകാനും സാധ്യതയുണ്ട്. വാസു അകത്തായാൽ അതിനു മുകളിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രമാണ് എന്ന തിരിച്ചറിവ് CPM കേന്ദ്രങ്ങളെ വലിയ അങ്കലാപ്പിലാക്കുകയാണ്.